സ്വാഗതം. ടൊറാക്കൽ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു വലിയ റീഡിംഗ് ആണത്. ഒരു വ്യക്തിയുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഇൻ ഫ്യൂച്ചർ, ആ വ്യക്തി, പിന്നെ ആ വ്യക്തിയുടെ സർക്കംസ്റ്റാൻസസ്, ഹോപ്സ് ആൻഡ് ഫിയേഴ്സ്, ലാസ്റ്റ് ലോങ് ടേം അച്ചീവ്മെൻറ്റ് 12 മാസത്തെ, പിന്നീട് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ ആദ്യത്തെ കാർഡ് വന്നേക്കണേ ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പോൾ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ റൂളറാണ് ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ. കേട്ടറിയാം, പ്രീസ്റ്റസ് കേട്ടറിയാമല്ലോ. ഹൈലി സ്പിരിച്വലായിട്ടുള്ള ഒരു ലേഡിയാണ്, ഹൈലി ഇൻറ്റ്യൂഷനുള്ള ഒരു ലേഡിയാണ്. അതാണ് പാസ്റ്റിലായിരുന്നത്. ഇപ്പോൾ പ്രസൻറ്റിൽ അവരുടെ കർമ്മപഥത്തിൽ അവരൊരു ക്യൂനാണ്. ക്യൂൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവരുടെ കർമ്മപഥത്തിൽ അവർ ക്യൂനായിട്ട് അവർ ബുദ്ധി ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ ഒരു സമയമാണ് പ്രസൻറ്റ് പറയണത്. അപ്പോൾ പാസ്റ്റിൽ അവർ ഒരു സ്പിരിച്വൽ ലേഡി ആയിരുന്നു, ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിരുന്നു, ഭയങ്കര അവബോധമുള്ള സ്ത്രീ ആയിരുന്നു. അവരുടെ പ്രസൻറ്റ് ഇപ്പോൾ പറയണത് അവരുടെ കർമ്മപഥത്തിൽ അവരൊരു രാജ്ഞിയെ പോലെയായി മറ്റുള്ളവർക്ക് ജോലി പറഞ്ഞു കൊടുക്കണം, അവർ ബുദ്ധി ഉപയോഗിച്ച്. ഇൻ ഫ്യൂച്ചർ അടുത്ത് തന്നെ ഉണ്ടാവാൻ പോണത് എന്താ വെച്ചാൽ അവരൊരു ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവരൊരു ഇൻക്രീസ് വെൽത്തിന് വേണ്ടി, ഒരു പണസമ്പാദനത്തിന് വേണ്ടി അവരൊരു പുതിയ ഒരു സംരംഭം തുടങ്ങാൻ പോകണം. ഒരു പുതിയ വെഞ്ചർ, അവരൊരു വെൽത്തിന് വേണ്ടി ഒരു പുതിയ സംരംഭം അവർ തുടങ്ങാൻ പോണു. അടുത്തതും അവരെന്താണെന്ന് പറയുന്നത്, അവരൊരു പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് പണസമ്പാദനത്തിന് വേണ്ടിയിട്ട്, ഇൻക്രീസ് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭം ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടുകൾ എങ്ങനെയാണെന്നുള്ള അടുത്ത കാർഡ്. ഒരു സംരംഭം നമ്മൾ ആരംഭിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുകൾ എന്താ നോക്കുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റും ഡിസഗ്രിമെൻറ്റുമാണ് വരുന്നത്. അവിടെയുള്ള ആളുകളായിട്ട് തർക്കം നടക്കണം. ആളുകളായിട്ടുള്ള ഡിസഗ്രിമെൻറ്റും തർക്കവും. ഒരാളവിടെ ബാറ്റിൽ വിൻ ചെയ്ത് വരുന്ന പടമാണ്, അതിന് പിന്നിൽ ഒരാൾ തിരിഞ്ഞു പോകണം, ഒരാൾ മുഖം പൊത്തിക്കണം. അപ്പോൾ അവിടെ ഡിസഗ്രിമെൻറ്റും കോൺഫ്ലിക്റ്റും നടക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ അടുത്ത കാർഡ് ആ വ്യക്തിയുടെ ആശകളും പേടിയും, ഹോപ്സ് ആൻഡ് ഫിയർ എന്താണെന്നുള്ളതാണ്. അവിടെ വന്നിരിക്കുന്നത് യൂണിവേഴ്സൽ കാർഡാണ്, ജഡ്ജ്മെൻ്റാണ്. ഇപ്പം 2 യൂണിവേഴ്സൽ കാർഡാണ്. ആദ്യത്തേൽ ഇവർ പാസ്റ്റിൽ ഹൈ പ്രീസ്റ്റസ് ആയിരുന്നു, ഹൈലി സ്പിരിച്വലായിട്ടുള്ള ലേഡിയാണ്. ഇത്തവണയും വന്നിരിക്കുന്ന ജഡ്ജ്മെൻറ്റും യൂണിവേഴ്സൽ കാർഡാണ്. ജഡ്ജ്മെൻറ്റ് എന്താ പറയണത്, ഉള്ളിലേക്ക് നോക്കി സ്വയം ജഡ്ജ് ചെയ്ത്, സ്വയം വിശകലനം ചെയ്ത്, ഓൾ എക്സ്പീരിയൻസിനെ കണക്കിലെടുത്തുകൊണ്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ജഡ്ജ്മെൻറ്റ് എന്നുള്ള കാർഡ് പറയണത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ലോങ് അച്ചീവ്മെൻറ്റ്, 12 മാസത്തെ അച്ചീവ്മെൻറ്റ്, ലാസ്റ്റ് കാർഡ് പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് പറയണത്. കപ്സ് എപ്പോഴും ആ കപ്സ് ഇമോഷൻ്റെ കാർഡാണ്. അയാൾ മെച്ചോർഡാണ്. അതിൻ്റെ ഉള്ളിൽ ഫിഷാണ്. ഫിഷ് കാണിക്കുന്നത് ക്രിയേറ്റിവിറ്റിയുടെയാണ്. അപ്പോൾ തൻ്റെ ക്രിയേറ്റിവിറ്റിയോടും ജിജ്ഞാസയോടും കൂടി റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. കാരണം ഈ തർക്കത്തിൽ നിന്നും പെട്ട് തളരാതെ മുന്നോട്ട് തന്നെ റിസ്ക് എടുത്തിട്ട് പോകണം എന്നാണ് ലാസ്റ്റ് കാർഡ്, 7ാമത്തെ കാർഡ് പറയണത്. പിന്നെ അതിൻ്റെ റിസൾട്ട് നോക്കാം. റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ്. 3 പേര് കൂടിയിട്ട് 3 ഓഫ് കപ്സാണ്. 3 പേര് കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യണ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ആ വെഞ്ചറിൽ, ആ സംരംഭത്തിൽ നിങ്ങൾ വിജയിക്കും. അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയുടെ ക്ലോസ് ഫ്രണ്ട്സായിട്ട് ആഘോഷിക്കുന്നതാണ് റിസൾട്ടായിട്ടുള്ള കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ലതാണ്. കാരണം ഒരു പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ എങ്ങനെയാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സാധാരണമാണ്. പക്ഷെ അതിൽ തളരാതെ
അതിനെ സ്വയം ജഡ്ജ് ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളെ പഠിച്ച് അതിലൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് ധൈര്യമായി റിസ്ക് എടുത്തിട്ട് തൻ്റെ ക്രിയേറ്റിവിറ്റി ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും. ലോങ് ടേം അച്ചീവ്മെൻ്റ് പറഞ്ഞാൽ 12 മാസത്തെ അച്ചീവ്മെൻ്റാണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയണത് 3 ഓഫ് കപ്സ് ആണ്. അടുത്ത ആൾക്കാരൊക്കെ ആയിട്ട് വിജയം ആഘോഷിക്കണ ഒരു കാർഡാണ്, സെലിബ്രേഷൻ്റെ കാർഡാണ് 3 ഓഫ് കപ്സ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു റീഡിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം പാസ്റ്റ്, ഹൈ പ്രീസ്റ്റസ് ആണ്, 2 യൂണിവേഴ്സൽ കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പിരിച്വലി അവേക്കനിങ് ആയ ഒരു പേഴ്സൺ ആയിരിക്കാം. പിന്നെ ആദ്യത്തെ പാസ്റ്റ്, 2 പ്രസൻറ്റ് അവരുടെ കർമ്മപഥത്തിൽ രാജ്ഞിയായിട്ട് മറ്റുള്ളവർക്ക് ജോലി പറഞ്ഞു കൊടുക്കണം. 3ാമത്തത് അവർ വീണ്ടും ഒരു പണസമ്പാദനത്തിലായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങുന്നു. നെക്സ്റ്റ് അത് തന്നെയാണ് പറയുന്നത്, പുതിയതായിട്ട് തുടങ്ങണം, ബുദ്ധി ഉപയോഗിച്ചിട്ട് തുടങ്ങണം. പിന്നത്തെ കാർഡ് ചുറ്റുപാടുകളിലാണ് കോൺഫ്ലിക്റ്റും ഡിസഗ്രിമെൻറ്റും നടക്കണം. 4ാമത്തെ ഫിയേഴ്സിൻ്റെ കാർഡിൽ ഹോപ്സ് ആൻഡ് ഫിയേഴ്സിൽ സ്വയം ജഡ്ജ് ചെയ്ത് കാര്യങ്ങളിൽ മുഴുവനായിട്ട് പഠിച്ച് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ റിസ്ക് എടുത്തിട്ട് തൻ്റെ ക്യൂരിയോസിറ്റിയും തൻ്റെ ക്രിയേറ്റിവിറ്റി ആയിട്ട് റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഉണ്ടാവണത്? സക്സസ് തന്നെയാണ് ഉണ്ടാവണത്, സെലിബ്രേഷനാണ് കാണുന്നത്, വിജയമാണ് ഉണ്ടാവണത്. അപ്പോൾ ഇത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.